കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ ഒരു സീസൺ വലിയ നിരാശ സമ്മാനിക്കുന്ന ഒരു സീസണാണ്. അക്കാര്യത്തിൽ ആർക്കൊരു സംശയമൊന്നും വേണ്ട. നിലവിൽ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. തൊട്ടതെല്ലാം പിഴച്ച ഒരു സീസൺ എന്നൊക്കെ പറയേണ്ടി വരും. ഒരുപാട് പിഴവുകൾ, ഇൻഡിവിജ്വൽ എറേഴ്സ്, പിന്നെ ജയിക്കേണ്ട മത്സരങ്ങൾ തോൽക്കുന്നു, സമനിലയാകേണ്ട മത്സരങ്ങൾ അവസാനം പരാജയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ടീം ഇങ്ങനെ ഈ പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. ഇപ്പം ഈ പിഴവുകളൊന്നും ഇല്ലെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പം ബ്ലാസ്റ്റേഴ്സ് ടോപ്പ് 6 നിൽക്കേണ്ട ഒരു ടീമാണ്. പിന്നെയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ സീസണിലേക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഭേദമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ നമുക്ക് പ്ലേ ഓഫ് വരെ എത്താൻ സാധിച്ചിരുന്നു. അതിന് മുമ്പത്തെ സീസണിൽ നമുക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിച്ചിരുന്നു. 2021-22 സീസണിലാണെങ്കിൽ നമ്മൾ ഫൈനൽ വരെ എത്തിയിരുന്നു. ഇവാൻ വുക്കമനോവിച്ചിന്റെ ശിക്ഷണത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു മിനിമം ഗ്യാരണ്ടിയോടെ കളിക്കുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഹോം മത്സരങ്ങളിൽ തന്നെയെങ്കിലും നമ്മുടെ ഒരു വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം ഒക്കെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു, വിജയങ്ങൾ നേടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ സീസണിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ വളരെ നിരാശാജനകമായ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പം അതിനൊപ്പം ഇപ്പം ഒരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളതാണ്. കാരണം ലൂണ ഈ സീസൺ കൂടിയേ ഉണ്ടാകുകയുള്ളൂ, അത് കഴിഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബ് വിടുമെന്നുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട്. ഇതിനൊന്നും വലിയ ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത്തരം പല റൂമറുകളും പിന്നീട് സത്യമായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം എവിഡന്റ് ആണ്. കാരണം അഡ്രിയാൻ ലൂണ ശരിക്കും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. കാരണം ആ ഒരു നിരാശ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. കാരണം മാക്സിമം ടീമിന് വേണ്ടി എഫേർട്ട് എടുത്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് അഡ്രിയാൻ ലൂണ. കാരണം 2021-22 സീസണിൽ ലൂണ മാത്രമായിരുന്നില്ല നമ്മുടെ ഫൈനൽ വരെയുള്ള ജൈത്രയാത്രയിൽ അന്ന് 2 വിദേശ താരങ്ങൾ കൂടി ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഫിഗറായിട്ട്. അതായത് ഒന്ന് ഹൊർഹെ പെരേര ഡയസ് ആയിരുന്നു, പിന്നെ മറ്റൊരാൾ അൽവാരോ വാസ്കസ് ആയിരുന്നു. അപ്പോൾ അൽവാരോ വാസ്കസും ഡയസും ലൂണയും ആ ഒരു 3-man ആർമി ആയിരുന്നു ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ വരെയുള്ള ജൈത്രയാത്രയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത്. പക്ഷെ അവരെല്ലാം ക്ലബ്ബ് വിട്ടിട്ടും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉറച്ചു നിന്ന് ലോയൽറ്റിയോടെ നിന്ന ഒരു താരമാണ് അഡ്രിയാൻ ലൂണ. അദ്ദേഹത്തിന് മറ്റു ഓഫറുകൾ ഉണ്ടായിട്ട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉറച്ചു നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു സ്വപ്നം സഫലീകരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ലൂണയ്ക്കും ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ സീസണിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, എനിക്ക് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ISL കിരീടം നേടണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ള രീതിയിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ലൂണയ്ക്ക് എന്തോ ഈ സീസണിൽ പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിനും പുറത്തെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ കഴിഞ്ഞ സീസണുകൾ കണ്ടിരുന്ന ഒരു മാജിക്കൽ ലൂണയല്ല നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പഴയ മഴവിൽ ഫ്രീ കിക്കുകൾ ഉണ്ടായിരുന്നില്ല, അതുകൂടാതെ ലോങ് റേഞ്ച് ഗോളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു മാജിക്കൽ ടച്ച്, ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ ലൂണയ്ക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഈ സീസണിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് പരിക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം ആ ഒരു പഴയ ലൂണയെ നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വൈറ്റൽ അസിസ്റ്റുകളും വൈറ്റൽ കോൺട്രിബ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലും ലൂണ മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും കളിക്കളത്തിലെ ഗ്രൗണ്ടിൽ എല്ലായിടത്തും ഓടി നടന്ന് കളിക്കുന്ന ഒരു ലൂണയാണ് കാണാൻ സാധിച്ചത്. പക്ഷെ പലപ്പോഴും അമിത സമ്മർദ്ദം ലൂണയെ ബാധിച്ചിരുന്നു. കാരണം ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പൊ നോഹയുള്ള വിഷയമൊക്കെ നമുക്ക് അറിയുന്നതാണ്. കാരണം അതൊക്കെ ഒരു സമ്മർദ്ദത്തിന്റെ പുറത്തുള്ളതാണ്. അപ്പൊ ലൂണ അത്രയ്ക്കും ബ്ലാസ്റ്റേഴ്സിന്റെ വിജയങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഈ ടീമിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയായിരുന്നു ലൂണയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ലൂണയ്ക്ക് ഒരു സപ്പോർട്ട് പോലും ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ സീസണിൽ കാണുന്നത്. ലൂണ എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ ആ രീതിയിൽ എഫേർട്ട് എടുക്കുന്ന താരങ്ങളുടെ എണ്ണം വളരെ കുറവാണ് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ എന്നുള്ളതാണ്. നല്ല ഡിഫൻഡേഴ്സ് ഇല്ല, അതുകൂടാതെ ഗോൾ കീപ്പർ ആണെങ്കിൽ തുടർച്ചയായിട്ട് മിസ്റ്റേക്കുകൾ വരുത്തുന്നു. ട്രാൻസ്ഫർ പോളിസിയിലെ ഒരുപാട് പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം നല്ല ഇന്ത്യൻ താരങ്ങളെ റിക്രൂട്ട് ചെയ്യാതെ എന്ത് അത്ഭുതങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റുക. കാരണം ഒരു 11-ൽ ആകെ 4 വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം ഡിഫൻസിൽ ഉൾപ്പെടെ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. നല്ല താരങ്ങളെയെല്ലാം മറ്റ് ക്ലബ്ബുകൾക്ക് വിൽക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നിലവിലെ ഈ ഒരു സീസണിലെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാർ മാനേജ്മെന്റ് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അപ്പം ലൂണ ഇനി തുടരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാരണം അദ്ദേഹത്തിന് 2027 വരെ കരാറുണ്ട്. പക്ഷെ ലൂണ എന്ന് പറയുന്ന പ്ലെയർ ഇല്ലാതെ ഉള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെ എന്തുകൊണ്ടോ നമുക്കിപ്പം അതങ്ങ് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 സീസണുകളായി ബ്ലാസ്റ്റേഴ്സിന്റെ, ഇപ്പൊ ഈ സീസൺ ഉൾപ്പെടെ നോക്കുകയാണ് 4 സീസണുകളായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസും അതൊക്കെ ലൂണയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ലൂണ ഇല്ലാത്തൊരു ബ്ലാസ്റ്റേഴ്സിനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ പല ആളുകൾക്കും ഉണ്ട്. എന്തായാലും അഡ്രിയാൻ ലൂണ തുടരുമോ തുടരില്ലേ എന്നുള്ളത് നമുക്കിപ്പം പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാരണം ലൂണ എന്ന് പറയുന്നത് സാധാരണ ഒരു താരമല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച്. ലൂണ ഇല്ലാത്തൊരു ബ്ലാസ്റ്റേഴ്സ്
ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത്രയ്ക്കും ആ താരത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഒരു രക്ഷകനെ പോലെ അവതരിച്ച ഒരു പ്ലെയറാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന് ഈ ടീമിനോടുള്ള ഒരു സ്നേഹം, ഒരു ഉറുഗ്വേക്കാരനായിട്ട് പോലും അദ്ദേഹം ഈ ടീമിനോട് കാണിക്കുന്ന ഒരു സ്നേഹം, മലയാളികളോട് കാണിക്കുന്ന ഒരു സ്നേഹം, ഇതൊക്കെ വേറെ തലത്തിൽ ചിന്തിക്കുന്നതാണ്. ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ചയായിട്ടുണ്ട്, ലൂണെ ഇനി അടുത്ത സീസണിൽ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചില ആരാധകരൊക്കെ പറയുന്നുണ്ട് ലൂണെ ഇനി ആവശ്യമില്ല, കാരണം ലൂണയുടെ ഭാഗത്ത് നിന്ന് പഴയ പെർഫോമൻസ് ഇല്ല എന്നൊക്കെ ആക്ഷേപിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പഴയ ലൂണയല്ല ഇപ്പം, അപ്പൊ ഇനിയിപ്പോൾ പുതിയൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ പ്ലെയർ, ഒരു പ്ലേ മേക്കറെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അഡ്രിയാൻ ലൂണ തുടരുമോ തുടരില്ലേ എന്നുള്ളതാണ് ഇപ്പം ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാരണം അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇനിയും തുടരണം, അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിനൊപ്പം വേണമെന്ന ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? ആരെയൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.